സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് അശ്വതി വിശാൽ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഒരു ചെറിയ വീടിനെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ച് തന്നെയാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഐക്കിയയിലെ നല്ല ഓർഗനൈസേഷണൽ ടൂൾസ് ആണ്. ഐക്കിയ എന്ന ബ്രാൻഡ് എനിക്ക് ഫേവറേറ്റ് ആയി മാറിയത് 2 റീസൺ കൊണ്ടാണ്. ഒന്ന്, ബജറ്റ് ഫ്രണ്ട്ലി. സെക്കൻഡ്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഐക്കിയ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ പ്രൊഡക്റ്റാണ് ഐക്കിയയുടെ ഡ്രൈയിങ് റാക്ക്. ഇതൊരു മിനി സൈസ് ഡ്രൈയിങ് റാക്കാണ്. എൻ്റെ വീട് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി ഈ ഡ്രൈയിങ് റാക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഈ ഡ്രൈയിങ് റാക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഏത് ഡിറക്ഷനിലും മൂവ് ചെയ്യാം. അതുപോലെ നല്ല ഹെവി ലോഡ് ആയിട്ടുള്ള ക്ലോത്ത്സും എടുക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഡ്രൈയിങ് റാക്കാണ്. നമുക്ക് ബാൽക്കണി ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഈസി ടു മൂവ് ആയിട്ടുള്ള ഡ്രൈ റാക്ക് അത്യാവശ്യമായിരുന്നു. കാരണം ചില ദിവസങ്ങളിൽ സൺലൈറ്റ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഫാനിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ക്ലോത്ത്സ് ഡ്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് സൺലൈറ്റ് എവിടെ നിന്നാണ് വരുന്നത് അവിടെ വെച്ചിട്ടാണ്. സോ ഈസി ടു മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ുള്ളൊരു പറ്റിയ ഡ്രൈയിങ് റാക്കാണിത്. പിന്നെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ഡോറിൻ്റെ ബാക്ക് സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് അത് ഇരിക്കും. ചെറിയ ചെറിയ തുണികൾ ഇട്ട് ഉണക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ളൊരു ഹാങ്ങിങ് ഡ്രയർ ആണിത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 12 ദിറംസ് ആയിരുന്നു ഐക്കിയയിൽ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് ഓൾമോസ്റ്റ് 2 വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യാണ്. ഒരൊറ്റ ക്ലിപ്പ് പോലും പൊട്ടിപ്പോയിട്ടില്ല. യൂഷ്വലി ഇങ്ങനത്തെ ക്ലിപ്പ് ഹാങ്കർ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ക്ലിപ്സ് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് ഇത്രയും നാളെ ഇത് പൊട്ടിപ്പോവാതെ നിന്നിട്ടുണ്ട്. ഈ ഒരു ഹാങ്കറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു ഷേപ്പായിട്ട് മാറും. അതുകൊണ്ട് ഏതൊരു ഡ്രോവറിൽ ഇട്ടാൽ പോലും അതൊന്ന് ഒതുങ്ങിയിരിക്കും. ചെറിയ വീടിലെ ഏറ്റവും വലിയ ചലഞ്ചാണ് സ്റ്റോറേജ് ഫെസിലിറ്റി. എല്ലാം സ്പേസസിനും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നത്. ഐക്കിയയുടെ ഈ ക്ലിയർ സ്റ്റോറേജ് ബോക്സസ് വളരെ ചീപ്പായിട്ട് കിട്ടും. യെസ്, ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് ലോങ് ടേം യൂസ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് ക്ലിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം തപ്പെ പിടിക്കേണ്ട ആവശ്യമില്ല. എന്ത് കാര്യങ്ങളും നമുക്ക് ഈ ബോക്സസ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നത്. വാഷിംഗ് ബേസിൻ്റെ അടിയിൽ തന്നെ ഇങ്ങനത്തെ ഒരു വലിയ ക്യാബിനറ്റ് സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ താഴത്തെ ലെവൽ കഴിഞ്ഞിട്ട് മുകളിലത്തെ സർഫേസ് ഏരിയ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ബോക്സസ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഡ്രോവർ സിസ്റ്റമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനത്തെ ബോക്സസ് 9 ദിറംസ് തൊട്ടിട്ട് 25 ദിറംസ് വരെ ഐക്കിയയിൽ അവൈലബിൾ ആണ്. ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് ക്യാബിനറ്റ് സൈസസും ഡിഫറെൻ്റ് ആയിരിക്കും, ഡ്രോവർ സൈസസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ എൻ്റെ വാഷ് ബേസിൻ്റെ താഴെയും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഞാൻ കിച്ചൺ ക്യാബിനറ്റിൻ്റെ മുകളിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റിലെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾക്ക് കിച്ചണിൽ കുറേ അധികം സർപ്ലസ് എമൗണ്ട് ആയിട്ട് പാക്കേജസ് ഉണ്ടാവും. ആ പാക്കേജസ് ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഒരു ബോക്സിൽ വെക്കുകയാണെങ്കിൽ ഒന്നിൻ്റെ മേലെ നമുക്ക് ആ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ വരുന്ന ഫുഡ് ഐറ്റംസ് ഇങ്ങനെ ക്ലോസ് കണ്ടെയ്നറിൽ വെക്കുമ്പോൾ അതിനൊരു കുറച്ചും കൂടി സേഫ്റ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻസെക്ട്സ് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ 2 ദിറം എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ക്ലിപ്സ് കിട്ടും. ഈ ബോക്സസിനെ കുറച്ചും കൂടി എയർ ടൈറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് ഈ ക്ലിപ്സ്. ഈസിലി നമുക്ക് ഈ ക്ലിപ്സ് ഇട്ടിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫുഡ് ഐറ്റംസ് ഇങ്ങനത്തെ ക്ലിയർ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ബോക്സ് ഫുള്ളും തുറന്ന് എടുക്കാതെ തന്നെ നമുക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും എന്തൊക്കെ ഐറ്റംസ് ഇതിൽ ഉണ്ട് എന്നത്. അടുത്തൊരു ബെസ്റ്റ് ഐക്കിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റ് ആണ്. ഇതൊരു 69 ദിറത്തിൻ്റെ ലോണ്ട്രി ബാസ്ക്കറ്റ് ആണ്, പക്ഷെ ടോട്ടലി വർത്ത് ഇറ്റ് ആണ്. ലോണ്ട്രി ബാസ്ക്കറ്റ് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഫാബ്രിക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആയിരിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ വെറ്റായിട്ടുള്ള ക്ലോത്ത്സ് ലോണ്ട്രി ബാസ്ക്കറ്റിൽ ഇടുമ്പോൾ 1-2 ദിവസം നമ്മൾ ലോണ്ട്രി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്മെല്ല് വരാൻ തുടങ്ങും. നമ്മൾ ചെറിയ വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനത്തെ
വെറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് കുറേ ദിവസം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു മോൾഡി സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ലോണ്ടറി ബാസ്ക്കറ്റ് മസ്റ്റാണ്. ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു പാർട്ടീഷൻ ഉണ്ട്. സോ ഞാൻ ആ പാർട്ടീഷനെ യൂസ് ചെയ്യുന്നത് വൈറ്റ് ക്ലോത്ത്സും കളർ ക്ലോത്ത്സും വേർതിരിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ഐക്കിയയിലെ അടിപൊളി പ്രൊഡക്റ്റാണ് ഈ ഒരു ഓപ്പൺ ഷെൽഫ്. ഈ ഒരു ഓപ്പൺ ഷെൽഫിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 35 ദിറംസ് മാത്രമായിരുന്നു. ഈ ഒരു 35 ദിറത്തിൽ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ഓപ്പൺ ഷെൽഫ് എനിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. എൻ്റെ കിച്ചണിൽ കുറച്ച് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പൺ ഷെൽഫ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ കിച്ചണിൽ അധികം സ്പേസ് ഇത് എടുക്കുന്നില്ല. ഹൈറ്റാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി കിച്ചൺ സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഡ്രോവേഴ്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ഷെൽഫിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ വെക്കാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ ഈ സ്റ്റോറേജ് സിസ്റ്റം വാങ്ങിക്കാനുള്ള മെയിൻ റീസൺ ഡ്രൈ ഫ്രൂട്ട്സ് ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് കൺമുമ്പിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ഷെൽഫ് ഹെൽത്തി ഷെൽഫായിട്ടാണ് ഞാൻ ഇതിന് പേര് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സെക്കൻഡ് തട്ട് ഞാൻ ഇങ്ങനെ കോഫി ആൻഡ് ടീ സ്റ്റേഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ടീ സ്റ്റേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് നോക്കാം ഐക്കിയയിൽ. എൻ്റെ കിച്ചണിൽ ഒരു പ്രോബ്ലം ഏരിയ ആയിരുന്നു ഓയിൽ ബോട്ടിൽസ്. കുക്കിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അവിടെ തന്നെ വെക്കും. പിന്നെ അതിൻ്റെ ഓയിലെല്ലാം ഈ കിച്ചണിൽ ഡ്രിപ്പായിട്ട് പോവും. അതിന് വേണ്ടിയിട്ട് പറ്റിയൊരു ഐക്കിയയിലൊരു പ്രൊഡക്റ്റ് കണ്ടെത്തിയതാണ് ഈ ഒരു 3 പീസ് ഓയിൽ വിനീഗർ സെറ്റ്. ഇത് നമുക്ക് വിനീഗർ ഇടണമെങ്കിൽ വിനീഗർ ഇടാം. പക്ഷെ ഞാനിതിൽ 2 തരത്തിലുള്ള ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്ന ഒലീവ് ഓയിലും പിന്നെ കോക്കനട്ട് ഓയിലാണ് ഇതിൽ ഞാൻ ഇടുന്നത്. ഈ 2 ഗ്ലാസ് ബോട്ടിലിന് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഓയിൽ ലീക്ക് ആവുന്നില്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 29 ദിറംസ് ആണ്. എനിക്ക് ടോട്ടലി വർത്ത് ഇറ്റ് ആയിട്ടാണ് തോന്നിയത്. ഇത് വളരെ ഈസി ടു യൂസ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ബോട്ടിലിൻ്റെ നോബ് തുറക്കണം അടയ്ക്കണം അങ്ങനെ ഒന്നുമില്ല. ഈസിലി നമുക്കിത് പോർ ആൻഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തുരുമ്പ് പിടിക്കാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. ചെറിയ കിച്ചൺ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വാൾസും നമുക്ക് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന് പറ്റിയൊരു സിസ്റ്റമാണ് ഇങ്ങനത്തെ വാൾ സ്റ്റോറേജ് ബാഗ്സ്. ഇതാണ് നെറ്റ് ബാഗ്സ്. ഇത് 29 ദിറത്തിൽ 2 നെറ്റ് ബാഗ്സ് കിട്ടും. ഒരെണ്ണം ചെറിയ സൈസാണ്, ഒരെണ്ണം വലിയ സൈസാണ്. ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. കിച്ചണിൽ കാണാൻ നല്ല ഭംഗിയാണ് ഇത്. മെയിൻലി ഞാൻ അനിയൻ പൊട്ടാറ്റോ ഗാർലിക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ 2 ഹുക്സ് നല്ല ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന സക്ഷൻ ഹുക്സ് ആണിത്. ഇത് നമ്മൾ ഹുക്സ് ഐക്കിയയിൽ നിന്നിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിലാണ് നമ്മളിത് ഹാങ് ചെയ്യുന്നത്. വളരെ നല്ലതാണ്. വാഷബിൾ ആയിട്ടുള്ളൊരു നെറ്റ് ബാഗാണിത്. ഈ ഒരു ഐഡിയ കുറച്ച് എമൗണ്ട് ആയിട്ട് അനിയൻസ് ആൻഡ് പൊട്ടാറ്റോ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇനി നിങ്ങൾ കുറേ എമൗണ്ടിൽ അനിയൻസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇത് സൺലൈറ്റ് തട്ടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കേടാവാനും സ്പ്രൗട്ട് ആവാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ ചെറിയ എമൗണ്ടിൽ നിങ്ങൾ അനിയൻ ആൻഡ് പൊട്ടാറ്റോ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ ബെസ്റ്റാണ്. ചെറിയ വീടിനുള്ള ഹോം ഓർഗനൈസേഷൻ ഐഡിയാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. ബൈ.